ദേശീയവാദികളുടെ വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. ഇത് ജനങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇത് ഒരു വ്യവസായം മാത്രമായി മാറിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ പത്രത്തിലൂടെ അവർക്ക് ലഭിക്കുന്നു. വരിക്കാർ കൊഴിഞ്ഞുപോയതുകൊണ്ട് അവർക്ക് ഒന്നും സംഭവിക്കാനില്ല. ഈ പത്രങ്ങളിൽ പരസ്യം നൽകുന്നവർ അറിയേണ്ട ഒരു കാര്യം, ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഈ പത്രങ്ങളെ ദേശീയവാദികളായ പൗരർ അവഗണിക്കും എന്നതാണെന്ന് BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ ചുമതലയുള്ള വിനു പ്രസാദ് മുരളീധരൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനു പ്രസാദ്. കേരളത്തിലെ രണ്ട് വലിയ പത്രങ്ങൾ, ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള, ഏറ്റവും കൂടുതൽ വീടുകളിൽ എത്തിച്ചേരുന്ന രണ്ട് പത്രങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു പ്രത്യേക നയം സ്വീകരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള മുഖ്യ ബാധ്യത നിർവഹിക്കേണ്ട ഈ പത്രങ്ങൾ ഇന്ന് ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു വിഭാഗം ആളുകളുടെ, ദേശീയവാദികളായിട്ടുള്ള ആളുകളുടെ വാർത്തകൾ വളച്ചൊടിച്ചു നൽകുകയും ഒരു പ്രത്യേക വിഭാഗത്തെ, സംഘടിതമായിട്ടുള്ള ചില ഫണ്ടിംഗ് ഏജൻസികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വളച്ചൊടിച്ച വാർത്തകളും ചില പരിഹാസ രൂപേണയുള്ള തലക്കെട്ടുകളും ഒക്കെ നൽകി വളരെ മോശമായ രീതിയിൽ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ ഈ മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമിയും നടത്തുന്ന നെറികേടുകൾ ഈ നാട്ടിലുള്ള സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ തിരിച്ചറിയാനുള്ള സമയം ആയിരിക്കുന്നു. ഈ പത്രങ്ങളെ സംബന്ധിച്ച് അവര് വ്യവസായമാണ്, പത്ര വ്യവസായം എന്നാണ് പറയുന്നത്. പത്രം ഇന്ന് വരിക്കാരന്റെ കയ്യിലെത്തിയില്ലെങ്കിലും, വായനക്കാരന്റെ കയ്യിലെത്തിയില്ലെങ്കിലും പത്രം ലാഭത്തിലാണെന്നാണ് പുതിയ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത്. കാരണം കോടിക്കണക്കിന് രൂപയുടെ കൊമേഴ്സ്യൽ പരസ്യങ്ങൾ ഈ പത്രത്താളുകളിൽ കൂടി അവർ അച്ചടിച്ച് നൽകുന്നു. അതുകൊണ്ട് തന്നെ പത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും കമ്പനിക്ക് ലാഭമാണ്. അപ്പൊ ഈ പത്രങ്ങളെ ഈ പത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെടുകയും കുടുംബങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇത്തരം പത്രങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാനും നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെയുള്ള വാർത്തകൾ നൽകുന്ന ഈ പത്രങ്ങളെ നമ്മൾ ഒന്നാമതായി ഒഴിവാക്കണം. രണ്ടാമതായി, കുറച്ച് വരിക്കാർ കുറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പത്രങ്ങൾക്ക് യാതൊരു പോറലും വെക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരുടെ വലിയ ഒരു ഇൻകം സോഴ്സായിട്ടുള്ള പരസ്യങ്ങൾ, ഈ പരസ്യങ്ങൾ അത് കുറവ് വന്നാൽ, ആ പരസ്യങ്ങളിൽ കുറവ് വന്നാൽ തീർച്ചയായിട്ടും ഇവർക്ക് നോവും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്ന മുതലാളിമാരോടാണ് നമുക്ക് പറയാനുള്ളത്. കാരണം മനോരമയിലും മാതൃഭൂമിയിലും പരസ്യം നൽകിയാൽ അത്തരം ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വാങ്ങില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. പത്രത്തിൽ ഈ പരസ്യം വാങ്ങി, പണം വാങ്ങി ദേശവിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുന്ന മനോരമയെയും മാതൃഭൂമിയെയും ഒരു പാഠം പഠിപ്പിക്കുവാൻ ഈ നാട്ടിലുള്ള ദേശീയ ബോധമുള്ള, ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഒറ്റക്കെട്ടായിട്ട് സംഘടിതമായിട്ട് തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം. മനോരമയും മാതൃഭൂമിയും ചിലർക്കു വേണ്ടി കളിക്കളം തയ്യാറാക്കുകയാണ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ സമൂഹത്തോടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ പലപ്പോഴും മറന്നുപോകുന്ന വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ ഏറെ ദുഃഖകരമാണ്. സത്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ ജനങ്ങളിൽ എത്തിക്കുക പ്രാരംഭമായ കർത്തവ്യം മറന്നുകൊണ്ട് ചില ഫണ്ടിംഗ് ഏജൻസികൾക്ക് വേണ്ടി ഈ നാടിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്ന രീതിയിൽ, വിഭാഗീയത വളർത്തുന്ന രീതിയിൽ വളച്ചൊടിച്ച വാർത്തകൾ നൽകുന്ന രീതി ഇനിയും ചോദ്യം ചെയ്യപ്പെടാതെ പോയിട്ട് കാര്യമില്ല. മാതൃഭൂമി മനോരമയും നടത്തുന്ന നെറികേടുകൾക്ക് നേരെ ശക്തമായി പ്രതിഷേധിക്കാൻ ജനങ്ങൾ ഉയർന്നു വരണമെന്നാണ് അദ്ദേഹത്തിന്റെ വീഡിയോ.